അടുത്ത 5 വർഷം കൂടി നിങ്ങൾ ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം എവിടെയായിരിക്കും? ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നു. എങ്കിൽ പേടിക്കണം. കാരണം ലോകത്ത് ഏറ്റവും വലിയ പരാജയങ്ങൾ ഉണ്ടായത് കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ മടിയെ വെറുമൊരു സ്വഭാവമായി കാണാതെ അതൊരു രോഗമായി കണ്ട് ചികിത്സിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മടി തോന്നുന്നത്? പലരും വിചാരിക്കുന്നത് ഇത് വെറുമൊരു അലസതയാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മുടെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മെ സുരക്ഷിതമായി നിർത്താനാണ്. കഠിനമായ ഒരു ജോലി കാണുമ്പോൾ വേണ്ട, ഇത് കഷ്ടപ്പാടാണ്, നമുക്ക് കുറച്ചു നേരം കൂടി വിശ്രമിക്കാം എന്ന് മസ്തിഷ്കം നമ്മോട് പറയും. രണ്ടാമത്തെ കാരണം ഡോപ്പമിൻ അഡിക്ഷൻ ആണ്. സോഷ്യൽ മീഡിയ റീൽസുകളും ഗെയിമുകളും നമുക്ക് പെട്ടെന്ന് സന്തോഷം തരുന്നു. എന്നാൽ യഥാർത്ഥ വിജയത്തിന് കഠിനാധ്വാനം വേണം. തലച്ചോറിന് കഠിനാധ്വാനത്തെക്കാൾ ഇഷ്ടം എളുപ്പവഴികളാണ്. നമ്മൾ ആ കെണിയിൽ വീണുപോകുന്നു. നമ്മൾ മടിയന്മാരാകുന്നത് വെറുതെ ഇരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് സന്തോഷം അഥവാ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരു റീൽസ് കാണുമ്പോഴോ ഒരു ഗെയിം കളിക്കുമ്പോഴോ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന കെമിക്കൽ റിലീസ് ആകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താൽക്കാലികമായ ഒരു സുഖം നൽകും. എന്നാൽ ഒരു പുസ്തകം വായിക്കാനോ ഒരു ജോലി തീർക്കാനോ ഇരിക്കുമ്പോൾ ഈ ഡോപ്പമിൻ അത്ര വേഗത്തിൽ കിട്ടില്ല. അപ്പോൾ തലച്ചോർ പറയും, ഇത് ബോറാണ്, നമുക്ക് ഫോൺ എടുക്കാം എന്ന്. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഡോപ്പമിൻ ഡീറ്റോക്സ് പരീക്ഷിക്കണം. അതായത് മടുപ്പ് തോന്നുമ്പോൾ ഉടനെ ഫോണിലേക്ക് പോകാതെ ആ മടുപ്പിനെ കുറച്ചു നേരം സഹിക്കാൻ ശീലിക്കുക. ആ നിശബ്ദതയിലാണ് പുതിയ ആശയങ്ങൾ ജനിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ചില കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മടിയുണ്ടോ എന്ന് തിരിച്ചറിയാം. 1. രാവിലെ അലാം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി എന്ന് വിചാരിച്ച് വീണ്ടും കിടക്കാറുണ്ടോ? ആ 5 മിനിറ്റ് പിന്നീട് ഒരു മണിക്കൂറായി മാറാറുണ്ടോ? 2. ഒരു ഫോൺ കോൾ ചെയ്യാനോ അലമാര വൃത്തിയാക്കാനോ ഒരു കുപ്പി വെള്ളം എടുക്കാനോ പോലും അത് പിന്നെയാവാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കാറുണ്ടോ? 3. പരീക്ഷയ്ക്കോ ജോലിക്കോ വേണ്ടി പഠിക്കാനിരിക്കുമ്പോൾ അറിയാതെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പോകാറുണ്ടോ? ഈ ചെറിയ മാറ്റിവെക്കലുകളാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാകും, ഇത് എന്നെക്കുറിച്ചാണല്ലോ എന്ന്. 2 സുഹൃത്തുക്കളുടെ കഥ ഒന്ന് കേട്ടു നോക്കാം. നിഷാദും കിരണും. 2 പേരും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ. 2 പേർക്കും സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ട്. നിഷാദ് എന്നും രാത്രി വീട്ടിലെത്തിയാൽ പറയും, ഇന്ന് ഭയങ്കര ടയേർഡാണ്, നാളെ മുതൽ പ്ലാൻ ചെയ്യാമെന്ന്. അവൻ ഫോണിൽ നോക്കി സമയം കളയും. എന്നാൽ കിരൺ എത്ര മടുപ്പുണ്ടെങ്കിലും രാത്രി വെറും 15 മിനിറ്റ് മാത്രം തന്റെ ബിസിനസ് പ്ലാനിന് വേണ്ടി മാറ്റിവെച്ചു. വെറും 15 മിനിറ്റ്. 1 വർഷം കഴിഞ്ഞപ്പോൾ നിഷാദ് ഇന്നും അതേ കസേരയിലിരുന്ന് പരാതി പറയുന്നു. എന്നാൽ കിരൺ തന്റെ ബിസിനസ് പകുതിയും സെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ വ്യത്യാസം കഴിവിൻ്റെതല്ല, മറിച്ച് മടിയെ മറികടന്ന് ആ 15 മിനിറ്റ് പ്രവർത്തിക്കാനുള്ള ആർജവത്തിൻ്റെതാണ്. ഇതിൽ ആരാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിഷാദോ അതോ കിരണോ? ഇനി മടി മാറ്റാനുള്ള 3 പവർഫുൾ ടെക്നിക്കുകൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ടിപ്പ് നമ്പർ 1, 5 സെക്കൻഡ് റൂൾ. മനസ്സിനെ ചിന്തിക്കാൻ അനുവദിക്കരുത്. ഒരു ജോലി ചെയ്യണമെന്ന് തോന്നുമ്പോൾ 5 മുതൽ 1 വരെ പിന്നോട്ടെണ്ണുക. 5, 4, 3, 2, 1 എന്ന് എണ്ണുമ്പോഴേക്കും നിങ്ങൾ ആ ജോലി തുടങ്ങിയിരിക്കണം. 5 സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ തടയാൻ തുടങ്ങും. ആ ഗ്യാപ്പ് കൊടുക്കരുത്. ടിപ്പ് നമ്പർ 2, ദി 2 മിനിറ്റ് റൂൾ. ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ 2 മിനിറ്റിൽ താഴെ സമയം മതിയെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്യുക. ചെരുപ്പ് അടുക്കി വെക്കുകയോ ഒരു മെയിൽ അയക്കുകയോ ആകട്ടെ. ആ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. ടിപ്പ് നമ്പർ 3, ലക്ഷ്യം ചെറുതാക്കുക. ഇന്ന് 10 കിലോമീറ്റർ ഓടും എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇന്ന് ഞാൻ ഷൂ ധരിച്ച് വീടിന് പുറത്തിറങ്ങും എന്ന് മാത്രം തീരുമാനിക്കുക. തുടക്കമാണ് ഏറ്റവും പ്രധാനം. തുടങ്ങിയാൽ ബാക്കി തനിയെ നടന്നോളും.
മടി വരാനുള്ള പ്രധാന കാരണം എവിടെ തുടങ്ങണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയില്ലാത്തതാണ്. ഇതിന് ലോകപ്രശസ്തമായ ഒരു രീതിയുണ്ട്, ദി റൂൾ ഓഫ് 3. എല്ലാ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ഡയറിയിലോ ഫോണിലോ നാളെ നിങ്ങൾ തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് സമയം കളയാതെ ആ ലിസ്റ്റിലെ 1ാമത്തെ കാര്യം ഉടനെ തുടങ്ങുക. 1ാമത്തെ ജോലി തീർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസം അഥവാ മൊമന്റം ബാക്കി 2 ജോലികളും വളരെ വേഗത്തിൽ തീർക്കാൻ നിങ്ങളെ സഹായിക്കും. ഓർക്കുക, വ്യക്തതയുള്ള മനസ്സിന് മടി തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. സുഹൃത്തുക്കളെ, സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഇന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഭാവിയെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ലോകത്ത് പരാജയപ്പെട്ടവരെക്കാൾ കൂടുതൽ ആളുകളുള്ളത് നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ കുടുംബം, ഇവർക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് മാറേണ്ടതുണ്ട്. ആ മാറ്റം നാളെയല്ല, ഇപ്പോൾ തുടങ്ങണം. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഫോൺ വശത്തേക്ക് വെച്ച് നിങ്ങൾ മാറ്റിവെച്ച ആ ജോലി ചെയ്യാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അതിജീവനം ഇവിടെ തുടങ്ങുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത്? അത് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആ ഒരു കമന്റ് മറ്റൊരാൾക്ക് കൂടി പ്രചോദനമായേക്കാം. ഇത്തരം പോസിറ്റീവായ അറിവുകൾ എന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് അതൊന്ന് ഉറപ്പിക്കൂ. അതുപോലെയുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.